ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ SIT തലവൻ SP ഷൗക്കത്ത് അലി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ദിവസങ്ങളായി. ആ റിപ്പോർട്ട് ഇപ്പോഴും സംസ്ഥാന പോലീസ് മേധാവിയുടെ മേശവലിപ്പിൽ വിശ്രമത്തിലാണ്. ആ റിപ്പോർട്ടിൽ MR അജിത് കുമാറിനെതിരെ പരാമർശമുണ്ടെന്നാണ് പുറത്തുവന്ന സൂചനകൾ. എന്നാൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്. അന്വേഷണം നടത്തി MR അജിത് കുമാറിനെതിരെ റിപ്പോർട്ടും വാങ്ങി സർക്കാർ വെട്ടിലായ മട്ടാണ് ഇപ്പോഴുള്ളത്. അതിന് കാരണം ADGP MR അജിത് കുമാറിനെതിരെ ദുർബലമായ തെളിവുകളാണ് ഈ റിപ്പോർട്ടിലുള്ളതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസ് അട്ടിമറിച്ചത് MR അജിത് കുമാർ ആണെന്ന് ഈ റിപ്പോർട്ടിൽ മൊഴിയുണ്ട്. എന്നാൽ അതിന് അനുകൂലമായ രീതിയിലുള്ള തെളിവുകൾ കണ്ടെത്താൻ SITക്ക് കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ MR അജിത് കുമാറിനെതിരെ നടപടിയെടുത്താൽ അത് തിരിച്ചടിയാകുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. അനൌദ്യോഗികമായി തേടിയ നിയമോപദേശത്തിലും അത്തരമൊരു വിലയിരുത്തലാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം ഈ റിപ്പോർട്ടിൽ ഒരു ഔദ്യോഗിക നിയമോപദേശം തേടാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം അതിലൊരു മറുപടി ലഭിച്ചാൽ നടപടികളിലേക്ക് പോകേണ്ടി വരും. ഏതായാലും ഈ റിപ്പോർട്ട് DGP അടുത്തൊന്നും ആഭ്യന്തരമന്ത്രിക്ക് കൈമാറുന്ന ലക്ഷണം കാണുന്നുമില്ല. തുടരന്വേഷണം അടക്കമുള്ള സാങ്കേതിക ന്യായങ്ങൾ പറഞ്ഞത് വൈകിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ആഭ്യന്തരമന്ത്രിക്ക് പെട്ടെന്ന് റിപ്പോർട്ട് നൽകേണ്ട എന്ന പരോക്ഷ നിർദ്ദേശവും DGPക്ക് ഉണ്ടെന്നാണ് സൂചന. ഏതായാലും ആലപ്പുഴയിലെ ലാത്തിച്ചാർജ് കേസ് അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട MR അജിത് കുമാറിനെതിരെ കർശന നടപടി വേണം എന്നുള്ളത് പാർട്ടി നേതൃത്വത്തിൽ ഒരു വിഭാഗം ശക്തമായി വാദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മർദ്ദനത്തിനിരയായ AD തോമസ് അടക്കമുള്ള നേതാക്കൾ. അതേസമയം MR അജിത് കുമാറിനെ സംരക്ഷിക്കണമെന്ന നിലപാടും കോൺഗ്രസിലുണ്ടെന്നാണ് സൂചന. എക്സൈസ് മന്ത്രി M ലിജോ ആവശ്യപ്പെട്ടിട്ടും ബെവ്കോ MD സ്ഥാനത്ത് നിന്ന് പോലും MR അജിത് കുമാറിനെ ഇതുവരെ നീക്കിയിട്ടില്ല. അപ്പോൾ MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ശക്തികൾ കോൺഗ്രസിലും ഉണ്ടെന്നാണ് മറുപക്ഷത്തിന്റെ ആരോപണം. ഈ ഒരു സാഹചര്യത്തിൽ MR അജിത് കുമാറിനെതിരെ നടപടിയെടുത്താൽ സെൻകുമാറിന്റെ സ്ഥിതി ആവർത്തിക്കുമോ എന്ന ആശങ്കയും സർക്കാരിനുണ്ട്. ആ നാണക്കേടും ഒഴിവാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ MR അജിത് കുമാറിനെതിരെ ധൃതി പിടിച്ച് റിപ്പോർട്ടും വാങ്ങി നടപടിയെടുക്കാനും എടുക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥയിലാണിപ്പോൾ ആഭ്യന്തര വകുപ്പ്. R അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.